ഇന്ന് പുറത്തു വന്ന IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് CSKയുമായി ബന്ധപ്പെട്ടതാണ്. CSK അടുപ്പിച്ച് 2 മാച്ച് തോറ്റിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ CSK ടീമിനെ പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. ധോണി കളിച്ചിട്ടും ടീമിന് യാതൊരു ഗുണവും കിട്ടുന്നില്ല. അതുകൊണ്ട് ധോണിയെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കളിപ്പിക്കാനാണ് തീരുമാനം. ഇങ്ങനെ വരുമ്പോൾ CSK ടീമിന് ഒരു കീപ്പറെ ആവശ്യമാണ്. ഡെവൺ കോൺവേ കീപ്പ് ചെയ്യും. അതുകൊണ്ട് കോൺവേ കീപ്പറാക്കി ധോണിക്ക് വിശ്രമം കൊടുക്കാനാണ് CSK തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ ഇനി ചെന്നൈ ടീമിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. കഴിഞ്ഞ 2 മാച്ചിലും ചെന്നൈ തോറ്റത് ബാറ്റിംഗിന്റെ കുറവ് കാരണം തന്നെയാണ്. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. ഈ സീസൺ IPLൽ മുംബൈ ടീം മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മുംബൈ ടീമിന് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. ആദ്യത്തെ 2 മാച്ച് മുംബൈ തോറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ മുംബൈ ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. മുംബൈയുടെ സൂപ്പർ ബൗളർ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ബുംറ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ വരാൻ പോകുന്ന മാച്ചിൽ ബുംറയ്ക്ക് കളിക്കാൻ സാധിക്കില്ല. ഒരു 4-5 മത്സരം റെസ്റ്റ് വേണമെന്നാണ് റിപ്പോർട്ട്. ചെറിയ രീതിയിൽ മാത്രമേ ബുംറ പരിശീലനം ആരംഭിച്ചിട്ടുള്ളൂ. IPL പകുതിയാകുമ്പോഴേക്കും ബുംറ മുംബൈ ടീമിൽ കളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ബുംറ തിരിച്ചെത്തിയാൽ പിന്നെ മുംബൈക്ക് പേടിക്കാനില്ല. ബോൾട്ട് ബുംറ സഖ്യം മുംബൈ ടീമിന്റെ ബൗളിംഗ് കാക്കും. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ ടീമിൽ ഇപ്പോൾ വലിയ തർക്കങ്ങളാണ് നടന്നിരിക്കുന്നത്. മാനേജ്മെന്റ് റിയാൻ പരാഗിനെയാണ് ക്യാപ്റ്റനാക്കിയത്. അതിന് കാരണം സഞ്ജുവിന് ഫിറ്റ്നസ് ഇല്ല. സഞ്ജുവിന് പരിക്കായിരുന്നു. ഇപ്പോൾ സഞ്ജു തിരിച്ചെത്തിയിരിക്കുകയാണ്. ആദ്യത്തെ 3 മാച്ചിൽ മാത്രമാണ് റിയാൻ പരാഗിനെ ക്യാപ്റ്റനാക്കിയത്. എന്നാൽ ഇപ്പോൾ സഞ്ജു തിരിച്ചു വന്നിട്ടും പരാഗിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കാൻ അവർ തയ്യാറല്ല. കോച്ച് ദ്രാവിഡ് സഞ്ജുവിനെ ക്യാപ്റ്റനാക്കാനാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ മാനേജ്മെന്റിന്റെ ആളാണ് റിയാൻ പരാഗ്. പരാഗ് തന്നെ രാജസ്ഥാൻ ടീമിനെ നയിക്കട്ടെ എന്നാണ് അവരുടെ പക്ഷം. അതുകൊണ്ട് ഇപ്പോൾ രാജസ്ഥാൻ ടീമിൽ തർക്കങ്ങൾ ആയിരിക്കുകയാണ്. സഞ്ജു ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ ഉറപ്പായിട്ട് രാജസ്ഥാൻ ഇപ്രാവശ്യം പ്ലേ ഓഫ് കാണില്ല. റിയാൻ പരാഗ് അബദ്ധങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.